السلام عليكم ورحمة الله وبركاته. الحمد لله اللهم صل على سيدنا محمد سيد الأولين. اللهم صل على سيدنا محمد سيد الآخرين. اللهم صل على سيدنا محمد إمام المتقين ورسول رب العالمين. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനദിനങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ ഈ പവിത്രമായ വെള്ളിയാഴ്ച ദിവസം നാം ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിക്കുന്ന ജമാഅത്ത് ഇബാദത്തുകൾ സർവ്വതും സർവശക്തൻ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം ആഫിയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു ആഖിബത്ത് നന്നായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലവനായി ജീവിക്കുക എന്നതുപോലെ പ്രധാനമാണ് നല്ലവരോടൊപ്പം ജീവിക്കുക എന്നത്. ഒന്ന് സ്വന്തം നന്നാവലാണ്, രണ്ടാമത്തേത് നല്ല ആളുകളുമായി ചേർന്ന് ജീവിക്കുക എന്നതാണ്, സജ്ജനങ്ങളോടൊപ്പം ജീവിക്കുക എന്നതാണ്. നമുക്കൊക്കെ സുപരിചിതമായൊരു പഴമൊഴി ഉണ്ടല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നത്. അതാണ്, അഥവാ നല്ല ആളുകളോടൊപ്പം ചേർന്ന് നിന്നത് കൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ നിന്നു എന്ന കാരണത്താൽ നായക്ക് പോലും വിശുദ്ധമായ ഖുർആനിൽ ഇടം കിട്ടിയത്. ശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും സജ്ജനങ്ങളോടൊപ്പം നിങ്ങൾ ചിലവഴിക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്ന് ശക്തമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സജ്ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണേ. ഈ ആയത്ത് അവതീർണമാകുന്നത് ഹിജ്റ 9-ാം വർഷം റജബ് മാസത്തിൽ തബൂക്ക് യുദ്ധം നടക്കുന്ന വേളയിലാണ്, ആ പശ്ചാത്തലത്തിലാണ്. ആ സമയത്ത് ശക്തമായ ചൂടായിരുന്നു, കൊടിയ ദാരിദ്ര്യമായിരുന്നു, വെള്ളത്തിന്റെ വലിയ ക്ഷാമമായിരുന്നു. അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന, വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 623 കിലോമീറ്റർ അപ്പുറത്തുള്ള തബൂക്കിലേക്ക് പോകാൻ ഹബീബായ തങ്ങളോട് കൽപ്പിക്കുകയാണ്. ആ സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഈന്തപ്പഴം പഴുത്ത് കുലച്ചു നിൽക്കുന്ന, കായ്കൾ ഫലഭൂഷ്ടിയോടുകൂടെ പഴുത്ത് ഭാഗമായ സമയം കൂടിയാണ്. ഹബീബായ തങ്ങളുടെ ഒപ്പമുള്ള സ്വഹാബത്തിൽ അധികം ആളുകളും നബിതങ്ങളെയും അല്ലാഹുവിനെയും തിരഞ്ഞെടുത്തുകൊണ്ട് തബൂക്കിലേക്ക് യാത്രയായി. എന്നാൽ ഒരു വിഭാഗത്തിന് ചെറിയൊരു അബദ്ധം പറ്റി. അവരാണെങ്കിലോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നാളെ പോകാം, മറ്റന്നാൾ പോകാം എന്ന രീതിയിൽ ഒരു അമാന്തം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, മാലക്കും ഇദാ ഖീല ലക്കും ഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പോകൂ എന്ന് പറയപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? മാലക്കും, എന്തുപറ്റി നിങ്ങൾക്ക്? നിങ്ങൾ ഭൂമിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണോ? ആഖിറത്തിനേക്കാൾ ഐഹികമായ ജീവിതത്തെയാണ് നിങ്ങൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ,
ആഖിറത്തിൽ നിന്ന് ഈ ഐഹികമായ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അത് വളരെ കുറച്ച് മാത്രമാണുള്ളത്. തുലവും തുച്ഛമാണ് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടയിലും ഇത് തന്നെയല്ല അവസ്ഥ. ഇപ്പൊ പരിശുദ്ധമായ റമദാൻ സമാഗതമായി അള്ളാഹുവിനെയും ഹബീബായ തങ്ങളെയും തിരഞ്ഞെടുത്ത ഒട്ടനവധി വിശ്വാസികൾ, എന്നാൽ അമാന്തം കാണിച്ച് അബദ്ധത്തിലേക്ക് വീഴുന്ന മറ്റൊരു വിഭാഗം ആളുകൾ, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചവർ, തിരഞ്ഞെടുത്തവർ പരിശുദ്ധമായ റമദാനെ സജീവമായ ഇബാദത്തുകളാൽ അവർ സജീവമാക്കുകയാണ്. തറാവീഹ് നിസ്കാരം, അനുബന്ധ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുത്തു ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പരിശുദ്ധമായ റമദാനിനെ ധന്യമാക്കുമ്പോൾ മറ്റു ചിലർ ഈ രണ്ടാമത്തെ 10 മണി അവസാന 10 ആവട്ടെ, അല്ലെങ്കിൽ 27 ആവട്ടെ, അന്ന് എന്തായാലും പള്ളിയിൽ ഹയാത്താക്കോലോ, അന്ന് നന്നാവും, ഇങ്ങനെ അവർ ഉദാസീനത കാണിച്ചുകൊണ്ട് അവർ ഇങ്ങനെ പിന്തിപ്പിക്കുകയാണ്. അവരോട് പറയാനുള്ളത് വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്, നിങ്ങൾ സജ്ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നതാണ്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹബീബായ തങ്ങളുടെ സ്വഹാബത്തും മുൻഗാമികളും പോകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ പോകാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ, ഒരു മുടന്തുള്ള സ്വഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹബീബായ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് വേവലാതി പറയുകയാണ്, ഉഹദ് യുദ്ധം സമാഗതമായിരിക്കുകയാണല്ലോ തങ്ങളെ, എനിക്ക് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എന്റെ മക്കൾ ഈ മുടന്ത് കാരണം സമ്മതിക്കുന്നില്ല. നബി തങ്ങളെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വാപ്പാക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾ തടസ്സം പറയണ്ട, വിട്ടേക്ക്, ഉഹദിലേക്ക് പോയിക്കോട്ടെ. അല്ലാഹു ഷഹാദത്ത് കൊടുത്തേക്കാം. ഇത് പറഞ്ഞ ഉടനെ മഹാബാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദ വലാ തറുദ്ദനി ഇലാ അഹ്ലി ഖായിബാ. പടച്ചവനേ, ഉഹദ് യുദ്ധത്തിൽ ഷഹാദത്ത് തരണേ അല്ലാഹ്, കുടുംബത്തിലേക്ക് എന്നെ മടക്കല്ല തമ്പുരാനെ. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി. ഇങ്ങനെ എത്ര ശുഹദാക്കൾ, മദീന നിവാസികൾ അഥവാ അൻസ്വാരികൾ എന്ന് പറയുന്ന വിഭാഗം. ഹബീബായ തങ്ങളുടെ കാലത്ത് ഏകദേശം 60,000 പോപ്പുലേഷൻ, 60,000-ഓളം അൻസ്വാരികൾ. അതിൽ 80% അൻസ്വാരികളും ശുഹദാക്കളാണ് എന്നാണ്. വ്യത്യസ്തമായ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഷഹീദായവരാണ്. നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. ഇപ്പൊ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും, ഡെയിലി 20 റക്അത്ത് നിസ്കരിക്കും, 30 ദിവസം ഉണ്ട്, 30-20 600 റക്അത്ത്. യാ റബ്ബ്, ഇതെങ്ങനെ ആ നന്മന്റെ തട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്മന്റെ തട്ടൊക്കെ പൊട്ടിപ്പോകുന്നുള്ള ആശങ്കയാണ്. എന്ത് നന്മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സമ്പൂർണമായ നോമ്പ് എന്ന രീതിയിലാണോ നമ്മുടെ ഓരോ നോമ്പുകളുള്ളത്? അഭിമാനങ്ങളുടെ ഹദീസല്ല, എത്ര ആളുകളാണ് പട്ടിണിയില്ലാതെ ഒഴിക്കുക, നോമ്പ് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ? വെറുതെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതല്ല നോമ്പ്, മറിച്ച് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് തഖ്വയോടുകൂടെ കഴിയുക എന്നതാണ് സമ്പൂർണമായ നോമ്പ്. ഹറാമായത് കാണരുത്, കേൾക്കരുത്, സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. ഈ രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ബദർ ദിനമാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബദർ മൗലിദ് പാരായണം ഇൻഷാ അല്ലാഹ് അസ്റിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? ആ ബദരീങ്ങൾ നമ്മൾ സ്നേഹിക്കണം, സ്നേഹപ്രകടനം കാണിക്കുകയാണ്. എന്തിന്? അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം എന്താ? ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ ഒപ്പമാണ് നാളെ നീ ഉണ്ടാവുക. നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ബദർ മൗലിദ് നടത്തുന്നത്.
അവർ മുഖേന നമ്മൾ തവസ്സുൽ ചെയ്യുന്നു, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി. അത് വലിയൊരു കാരണമാണ്. ഈ ദുആക്ക് ഇജാബത്തിനുള്ള വലിയൊരു കാരണമാണ് മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുക എന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. നബിതങ്ങൾ ആദ്യം പറഞ്ഞു, ക്ഷമിക്കലാണ് നല്ലത്. പക്ഷേ സ്വഹാബി വീണ്ടും പറഞ്ഞപ്പോൾ ഉദൂഎടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഉദൂഎടുത്ത് വന്നു, 2 റക്അത്ത് ഹാജത്തിന്റെ ആവശ്യ നിർവഹണത്തിന് നിസ്കാരം നിസ്കരിച്ചു. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യർ റഹ്മ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടനിലക്കാരായിക്കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ സ്വഹാബി പറയും, യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ലിതുഖ്ളാ. മുഹമ്മദ് നബിയെ, അള്ളാഹുവിലേക്ക് അങ്ങേ ഞാൻ ഇടനിലക്കാരാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഫശഫ്ഇഹു ഫിയ. പടച്ചവനെ, നബിതങ്ങൾ മുഖേനയുള്ള ശുപാർശ നീ സ്വീകരിക്കണേ, നബിതങ്ങൾ മുഖേനയുള്ള തേട്ടം നീ സ്വീകരിക്കണേ. സ്വഹാബിക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി, നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും സർവസമ്മതം നൽകിയ വിശ്വാസയോഗ്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി. ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു ഹെഡിങ് തന്നെ ഉണ്ട്, ബാബു മാ യഖൂലു ഇദാ ഖദറത് റിജ്ലുഹു. കാല് കോച്ചെന്ന് നമ്മൾ പറയാം, കാല് കോച്ചുന്ന സമയത്ത് ചൊല്ലേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബാബ്. ഹദീസ് എന്താണ്? മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാല് വേദനയായപ്പോൾ ഇഷ്ടപ്പെട്ടവരെ വിളിക്കാൻ വേണ്ടി പറയുന്ന സന്ദർഭം മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ വിളിച്ചത് യാ മുഹമ്മദ്. മുഹമ്മദ് നബി ഇസ്തിഗാസയാണ്. അതന്നെയാണ് ബദ്രീങ്ങളെ, മുഹീദ്ദീൻ ശൈഖ്, ഇതിലൊക്കെ അസ്ൽ ഇതിലേക്കാണ് വരുന്നത്. സ്വഹീഹായ ഹദീസാണ്. ബുഖാരി തങ്ങൾ ആ വിഷയം ഗൗരവമായതുകൊണ്ട് അതൊരു ഹെഡിങ് ആയിട്ട് ബാബു മാ യഖൂലു ഇദാ ഖദറത് റിജ്ലുഹു, കാല് കോച്ചിയ സമയത്ത് പറയും എന്താ പറയേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള ബാബ്. ഇങ്ങനെ നിരവധി. മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് നബി തങ്ങളുടെ റൗള ശരീഫിൽ നബി തങ്ങൾ ചാരത്തിരുന്നുകൊണ്ട് വലിയ ക്ഷാമം, മഴ കിട്ടാത്ത അവസ്ഥ, വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ ഉമർ തങ്ങളുടെ കാലത്താണ് ബഹുമാനപ്പെട്ടവർ വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഹദ്റത്തിൽ ഇരുന്ന് റൗളയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ തേടൂ. ഇസ്തിഗാസയാൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്. പിന്നീട് എന്തുണ്ടായി? മഴ വർഷിച്ചു. വിശാലമായ ഹദീസുകളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾക്ക് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും മോശമായ അഭിപ്രായ വ്യത്യാസം എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്നതാണ്. ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ അഭിപ്രായം എന്നത് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഔന്നത്യത്തെ അറിയിക്കുന്ന വിഷയങ്ങളാണ്. നബിതങ്ങളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക, നബിതങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇങ്ങനെ തുടങ്ങി ഹബീബായ തങ്ങളുടെ ഉത്കൃഷ്ടത, നബിതങ്ങളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം എന്താണ്? ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ഈ ലോകത്താണ്. ഈ ലോകം പടക്കാൻ കാരണക്കാരാരാ? ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് സംഭവിച്ച പ്രധാന സംഭവങ്ങൾക്കൊക്കെ കാരണം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണ്? മുഹമ്മദ് നബി ഭൂമിയിൽ വരാനുണ്ട് എന്ന കാരണത്താലാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മഹാപ്രളയത്തിൽ കപ്പലിലൂടെ രക്ഷപ്പെട്ടു. കാരണം എന്താണ്? മുഹമ്മദ് നബി വരാനുണ്ട് എന്ന കാരണത്താലാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ പെട്ടുപോയല്ലോ. ആ തിമിംഗലത്തിന്റെ ഉദരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബി വരാനുണ്ട് എന്ന കാരണത്താലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബി വരാനുണ്ട് എന്ന കാരണത്താലാണ്. എല്ലാ സംഭവങ്ങളും മുഹമ്മദ് നബി കാരണത്താലാണ്. എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അതിനൊക്കെ കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ വിഷയങ്ങൾക്ക് ഇവിടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബബായത് കാരണത്താലാണ്. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയതാണ് കഅബാലയം. കഅബ എന്ന് നമ്മൾ പറയുന്നത് ആദ്യം മലക്കുകൾ ഉണ്ടാക്കിയതാണ്. ആദം നബി അലൈഹിസ്സലാം വന്നു. നൂഹ് നബിയുടെ കാലത്ത് മഹാപ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ കഅബ തകർന്നു പോയി. ആരാ കഅബയെ പൊളിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ പിന്നീട് അബ്രഹത്ത് രാജാവായിരുന്ന കാലം ആനപ്പടയുമായിട്ട് കഅബയെ പൊളിക്കാൻ വരുന്ന രംഗം. കഅബയെ പൊളിക്കാൻ വന്ന സമയത്ത് അബാബീൽ പക്ഷിക്കൂട്ടത്തെ, ആ പക്ഷിക്കൂട്ടത്തെയാണ് അബാബീൽ എന്ന് പറയുന്നത്. എന്തായാലും അബാബീൽ പക്ഷിക്കൂട്ടത്തെ അള്ളാഹു പറഞ്ഞയച്ച് അവരെ നശിപ്പിച്ചു. കഅബയെ അള്ളാഹു സംരക്ഷിച്ചു. അതെന്തിനാണ്? നൂഹ് നബിയുടെ കാലത്ത് കഅബ പൊളിച്ച അതേ അള്ളാഹു തന്നെയാണ് ഇവിടെ കഅബയെ സംരക്ഷിച്ചത്. അന്ന് നൂഹ് നബിയുടെ കാലത്ത് കഅബയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അബ്രഹത്ത് പൊളിക്കാൻ വന്ന സമയത്ത് കഅബയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്താണ് ആവശ്യം? അതൊരു ദുആ കാരണമാണ്. ആരുടെ ദുആ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബയെ പുനർനിർമ്മിക്കുകയുണ്ടായി. ആ കഅബയെ പുനർനിർമ്മിച്ച ശേഷം അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചെയ്തത് നീ കബൂലാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുള്ള ദുആയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. പടച്ചവനെ, കഅബയുടെ അനന്തരാവകാശികളിൽ, ഇസ്മായിൽ നബിയുടെ അനന്തരാവകാശികളിൽ ഒരു റസൂലിനെ നീ അയക്കണേ അല്ലാഹ്. അതിനു വേണ്ടിയാണ് കഅബ പണിതിട്ടുള്ളത്. ഈ ദുആ കാരണമാണ്. അഥവാ കഅബയെ അല്ലാഹു അബ്രഹത്തിന്റെ കാലത്ത് സംരക്ഷിക്കപ്പെട്ടത് എന്തിനാ? മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ വിഷയങ്ങൾ സംരക്ഷിക്കപ്പെട്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്കാണ്. ഇനി കഅബ ഇൻഷാ അല്ലാഹ് കഅബയുടെ കല്ലുകൾ പൊളിക്കപ്പെടും, അറബിക്കടലിലേക്ക് എറിയപ്പെടും. അന്ത്യനാളിന്റെ സമയത്തുള്ള അവസാന അടയാളങ്ങളാണ്. കാരണം എന്താ? നബിതങ്ങൾ ഇവിടെ വന്നു പോയി എന്നതാണ് കാരണം. എന്തൊക്കെ വിഷയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അതിനൊക്കെ കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തൊക്കെ വിഷയങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ മുഹമ്മദ് നബി സബബായത് മൂലമാണ്. ഞാൻ പറഞ്ഞതിന്റെ വിവക്ഷ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല എന്നാണ്. മഹ്ശറിന്റെ രംഗം നമുക്കറിയാം. 50,000 വർഷമാണ് മഹ്ശർ. ആ കാലയളവ് ചുട്ടുപഴുത്ത ചെമ്പിന്റെ പ്രതലമാണ്. ഗ്രൗണ്ട് ചെമ്പാണ്. ചുട്ടുപഴുത്ത ചെമ്പ്, ഒരു ചാണകലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ. പല മേഖലകളിൽ അല്ലെ, നെരിയാണി വരെ വേർത്തവര്, മുട്ടുവരെ വേർപ്പിൽ കുളിക്കുന്നവര്, അര വരെ, ഷോൾഡർ വരെ, മൂക്ക് വരെ മുഴുവനായിട്ടും വിയർപ്പിൽ മുങ്ങിക്കളിക്കുന്ന വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകൾ 50,000 വർഷം ദീർഘകാലമായി മഹ്ശറിൽ നിൽക്കുന്ന സമയത്തും അല്ലാഹു റഹീമാണ്, കാരുണ്യവാനാണ്. അല്ലാഹു റഹ്മാനാണ്, കരുണ ചെയ്യുന്നവനാണ്. പിന്നെന്തിനാ ഇത്രയും കാലം ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? ഹിസാബ് തുടങ്ങാനാണ് 50,000 വർഷം. മഹ്ശറിൽ ഹിസാബ് തുടങ്ങാനാണ് 50,000 വർഷം. അതുവരെ ഇങ്ങനെ നേരം നിൽക്കുകയാണ്. അപ്പൊ ഈ പ്രയാസം സഹിക്കവയ്യാതെ ആളുകൾ മുഴുവൻ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട്, നരകമാണെങ്കിൽ നരകം, സ്വർഗെങ്കിൽ സ്വർഗം, ഈ മഹ്ശറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടി ആദ്യം പോകുന്നത് അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം. അങ്ങനെയോ ഞങ്ങളുടെ എല്ലാം പിതാവ് ഒന്ന് അള്ളാഹുവിനോട് പറയും പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. ആദം നബി ആണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പണം കഴിച്ചതിന്റെ ടെൻഷനില്ല. പല കാരണങ്ങളും മഞ്ഞ് കൈയൊഴിയും. അങ്ങനെ ഓരോ നബിമാരുടെ അടുത്തേക്കും സമൂഹം മുഴുവൻ ചെല്ലും.
അവരൊക്കെ പല കാരണങ്ങളാൽ പറഞ്ഞ് കൈയൊഴിയും. അവസാനം എല്ലാവരും ഒരു കേന്ദ്രത്തിലെത്തും. അത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ പറയും, അനലഹ, ഞാൻ ആ ശഫാഅത്തിനുള്ളതാണ്. എന്തിനാണ് ഈ 50,000 വർഷം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്? ഈ ലോകത്ത് വന്ന മുഴുവൻ ആളുകളും സർവസമ്മതം നൽകുന്ന ഒരു അവസരമുണ്ട്, അഥവാ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബി അല്ലാതെ ഈ പ്രയാസങ്ങൾക്ക് മാറ്റുകൂട്ടാൻ, ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ആരൊക്കെ ബോധ്യപ്പെടുത്തും? ആരൊക്കെ സമ്മതിക്കും? ഈ ലോകത്ത് വന്ന ഇസ്ലാമിന്റെ വലിയ ശത്രുക്കൾ, ലോകം അടക്കി വാണ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഫിർഔൻ അടക്കം, അബൂജഹൽ അടക്കം, ഉത്ബത്ത്, ശൈബത്ത്, ഖാറൂൻ, എല്ലാവരും സമ്മതിപ്പിക്കുകയാണ്. എന്താ സമ്മതിക്കുന്ന അവസാനം? മുഹമ്മദ് നബി അല്ലാതെ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നതാണ്. അതിനാണ് 50,000 വർഷം എന്ന ഹബീബായ തങ്ങൾ അർശിന്റെ താഴെ സുജൂദ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നു. ഇർഫഅ യാ മുഹമ്മദ്, മുഹമ്മദേ തല ഉയർത്ത്. ഖുർആനിൽ നമ്മൾ എത്ര നോക്കിയാലും അള്ളാഹു ഡയറക്റ്റ് നബികളെ പേര് വിളിച്ച് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. യാ അയ്യുഹൻ നബി, അല്ലയോ നബിതങ്ങളെ. റെസ്പെക്ട്ഫുൾ ആയിട്ട്, ബഹുമാനാദരവോടുകൂടെയാണ് അള്ളാഹു നബിതങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നാൽ മഹ്ശറിൽ വെച്ച് യാ മുഹമ്മദ്, ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുഹമ്മദേ തല ഉയർത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? വിവക്ഷയിൽ മഹാന്മാർ പറയുന്നുണ്ട്, നബിതങ്ങൾ 40-ാം വയസ്സിലാണ് നബിയാകുന്നത്. 40-ാം വയസ്സിലാണല്ലോ നബിതങ്ങൾ നബിയായിട്ട് നുബുവത്ത് കിട്ടുന്നത്. 40-ാം വയസ്സിലാണ്. ഈ 40 വയസ്സിന് മുമ്പുള്ള കാലത്തും ഏതെങ്കിലും ഒരു നിമിഷം നബിതങ്ങൾക്കൊരു കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് നബിയെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശരിക്കും കയറ്റി കഴിഞ്ഞാൽ ബദർ യുദ്ധം എന്താണെന്ന് മനസ്സിലാവും, ഉഹദ് യുദ്ധം എന്താണെന്ന് മനസ്സിലാവും, അതിന്റെ പ്രാധാന്യം എന്തിനാണെന്ന് മനസ്സിലാകും. ബദർ മൗലിദും തിരിയും, മങ്കൂസ് മൗലിദും തിരിയും, ബദ്രിയത്തുൽ മങ്കൂസിയും, മഹ്ലറത്തുൽ ബദ്രിയയും, മജ്ലിസുൻ നൂർ എല്ലാം തിരിയും. ഇതിന്റെ കയറണം. ഇല്ലേ, ഇതൊന്നും തിരിയൂല. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരോട് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ഇങ്ങനെ പല വിശ്വാസങ്ങളിലൂടെ പോകുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നയുടെ 4 മദ്ഹബും അംഗീകരിച്ചതാണ്, ഇജ്മാഉള്ള വിഷയമാണ് തവസ്സുൽ ഇസ്തിഗാസ. അതുകൊണ്ടാണ് നമ്മൾ സുന്നികൾ ബദർ മൗലിദ് ഓതുന്നത്, മങ്കൂസ് മൗലിദ് ഓതുന്നത്. എന്തിനാണ്? ഒരു നന്മ ചെയ്യാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ബദർ മൗലിദ് ഓതുന്നത് എന്തിനാ? മുഹമ്മദ് നബിയെ നമ്മൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ബർക്കത്താണ്. ഇപ്പൊ നമ്മൾ യാത്ര പോകുമ്പോ, ഹജ്ജിനോ വേറെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മങ്കൂസ് മൗലിദ് ഓതും. എന്തിനാണ് അങ്ങനെ ഓതുന്നത്? നബിതങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു കാര്യം തുടങ്ങിയാൽ അതിൽ ബർക്കത്ത് ഉറപ്പാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരിക്കലോട് കൂടെ എല്ലാം കഴിഞ്ഞെന്ന് പറയുന്നവരോട് നബിതങ്ങൾ ഇസ്രാ മിഅ്റാജ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയ മിഅ്റാജ് യാത്ര, 50 വഖ്ത് അള്ളാഹു നബിതങ്ങൾക്ക് സമ്മാനമായി കൊടുത്ത നിസ്കാരം. തിരിച്ചു വരുന്ന സമയത്ത് ആരാണ് ഇടപെട്ടത്? മൂസാ നബി അലൈഹിസ്സലാമാണ് ഇടപെട്ടു. നബിയെ, 50 വക്തൊന്നും ഒരിക്കലും നിങ്ങളുടെ ഉമ്മത്തിന് കഴിയണ നബിയെ. അള്ളാഹിനോട് പറയൂ, കുറച്ചേരാൻ പറയൂ. എന്റെ ഉമ്മത്തിന് തന്നെ 2 നേരം നിസ്കാരം ഉണ്ടായുള്ളൂ, 2 വക്തേ ഉണ്ടായുള്ളൂ. അതുപോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉമ്മത്തിന് 50 വക്ത് ഒരിക്കലും കഴിയില്ല. ആര് പറയുകയാണ്? മൂസാ നബി ഇടപെടുകയാണ് അലൈഹിസ്സലാം. 50 വക്ത് നിസ്കാരം 9 തവണ ഹബീബായ തങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി. അങ്ങനെ ചുരുക്കി അവസാനം എത്രയിലെത്തി? 5-ലെത്തി. മരണപ്പെട്ടവർ മരിച്ചതോടുകൂടെ ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഈ 50 വക്തും നിസ്കരിച്ച് കാണിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്ർ നിസ്കാരാനന്തരം ബദർ മൗലിദ് പാരായണം ചെയ്യുകയാണ്. നമ്മൾ അനുസ്മരിക്കുന്നു, ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് നാളെ നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ടും അനുസ്മരണവും ദുആ സദസ്സുമുണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിലെ മക്കളെ, സ്ത്രീകളെ, ഉമ്മമാരെയൊക്കെ ആ മദ്രസയിലേക്ക്, ആ പുണ്യമാക്കപ്പെട്ട സദസ്സിലേക്ക് കൊണ്ടുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.